പ്രളയമുണ്ടായപ്പോഴും കോവിഡ് മഹാമാരി ഉണ്ടായപ്പോഴും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുണ്ടായപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ സഹായഹസ്തവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിൽ സംസ്ഥാനതല വിജയികൾക്കുള്ള സമ്മാന വിതരണമാണ് ഇന്നിവിടെ നടത്തുന്നത്. ഇവിടെ എത്തിച്ചേർന്ന പ്രതിഭാശാലികളായ എല്ലാ വിദ്യാർത്ഥികളെയും ആർദ്രമായി അനുമോദിക്കുന്നു. ലക്ഷക്കണക്കിന് കുട്ടികളെ പങ്കാളികളാക്കിയാണ് വിപുലമായ ഒരു പ്രശ്നോത്തരി ദേശാഭിമാനി നടത്തുന്നത്. ഇത് ദേശാഭിമാനിക്കല്ലാതെ മറ്റാർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. പാഠപുസ്തകത്തിനപ്പുറത്തെ വായനയിലേക്ക് വലിയൊരു വിഭാഗം കുട്ടികളെ നയിക്കാൻ അക്ഷരമുറ്റത്തിന് സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. കേരളത്തിൻ്റെ എന്നല്ല, ഏഷ്യയുടെ തന്നെ ഏറ്റവും വലിയ കൗമാര വിജ്ഞാനോത്സവങ്ങളിൽ ഒന്നായി ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് മാറിക്കഴിഞ്ഞു. 13 വർഷം മുൻപ് കണ്ണൂരിലാണ് ആദ്യത്തെ അക്ഷരമുറ്റം ക്വിസിന് തുടക്കം കുറിച്ചത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്വിസ് മത്സരത്തിനുള്ള ലോക റെക്കോർഡ് അക്ഷരമുറ്റത്തിന് സ്വന്തമാണ്. ഈ വളർച്ച എല്ലാം കൊണ്ടും അഭിമാനകരമായത്. സംസ്ഥാനത്തെ 15,000-ഓളം വിദ്യാലയങ്ങളിൽ നിന്നായി 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ അക്ഷരമുറ്റം ക്വിസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൊതുസമൂഹവും നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയും പ്രോത്സാഹനവും ഈ പരിപാടിയുടെ വിജയത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. മലയാളത്തിൻ്റെ അതുല്യ നടൻ ശ്രീ മോഹൻലാലാണ് ഈ വിജ്ഞാന പരിപാടിയുടെ ഗുഡ്വിൽ അംബാസഡർ. കഴിഞ്ഞ ഒരു വ്യാഴവട്ടക്കാരൻ നേരത്തെ പ്രസ്താവിച്ചതുപോലെ യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വൈജ്ഞാനിക ഭാവി ലക്ഷ്യമാക്കി അദ്ദേഹം അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിനോടൊപ്പമുണ്ട്. അർപ്പണബോധത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതവും സാമൂഹികമായ കരുതലും സമൂഹത്തിനാകെയും കുട്ടികൾക്ക് പ്രത്യേകിച്ചും പ്രചോദനകരമാണ്. പ്രളയമുണ്ടായപ്പോഴും കോവിഡ് മഹാമാരി ഉണ്ടായപ്പോഴും മറ്റ് പ്രകൃതി ദുരന്തങ്ങളുണ്ടായപ്പോഴും ആദ്യഘട്ടത്തിൽ തന്നെ സഹായഹസ്തവുമായി സർക്കാരിലേക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം. ആ കരുതലും സമൂഹത്തിനാകെ മാതൃകയാക്കാവുന്ന ഒന്നാണ്. അതേ കരുതലാണ് കുട്ടികൾക്ക് വേണ്ടി ദേശാഭിമാനി നടത്തുന്ന ടാലന്റ് ഫെസ്റ്റിൻ്റെ കാര്യത്തിലും അദ്ദേഹം വർഷങ്ങളായി സ്വീകരിച്ചു വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം അംബാസഡറാകാൻ സമ്മതിച്ച ആ ദിവസം. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ ആ കാര്യത്തിൽ നല്ല മുൻകൈ എടുത്തു എന്നതാണ് വസ്തുത.
പരിപാടിയിൽ ക്ഷണിച്ചപ്പോൾ ശങ്കയോടെയാണെങ്കിലും ഈ കാര്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഇനി അങ്ങോട്ട് അങ്ങനെ പ്രവർത്തിക്കാമെന്ന് അദ്ദേഹം അവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു. നമ്മളിവിടെ കുട്ടികൾ കാണേണ്ട കാര്യം പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല പഠനം. അതിനപ്പുറത്തെ വായനയാണ് നമ്മളെ വലിയ മനുഷ്യരായി വളരാൻ സഹായിക്കുന്നത്. കേവലം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനുള്ള വായനയിൽ മാത്രം നാം ഒതുങ്ങരുത്. ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിലിടപെടാനുള്ള ശേഷി നേടാനും വായന അത്യാവശ്യമാണ്. കഥയും കവിതയും നോവലും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ മാത്രമേ അനീതിയെ ചോദ്യം ചെയ്യുന്ന കരുത്തുറ്റ മനുഷ്യരായി മാറാൻ സാധിക്കും. നാം ആർജിക്കുന്ന ഓരോ അറിവും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കൂടി ഉതകുന്നതാണ്. അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് കേവലം ഒരു ചോദ്യോത്തര പരിപാടിയല്ല. അറിയാനും അറിയിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം പുതുതലമുറയെ വിവേകശാലികളായി വളർത്തിയെടുക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്ന ഒന്നാണ് അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ്. അതിനൊപ്പം തിരിച്ചറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ദേശാഭിമാനി ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാം. ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഇടപെടലുകൾ ആദ്യമായല്ല ദേശാഭിമാനിയിൽ നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി കേരളത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവമെടുത്താൽ കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി കേരളത്തെ പുരോഗമനപരമായി മാറ്റി തീർക്കുന്നതിനും ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിനും നേതൃത്വം നൽകിയ പത്രമാണിത്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, കുട്ടികളെ പറ്റി സാധാരണ പറയാറുണ്ട്, കുട്ടികൾ പൂക്കളെ പോലെയാണ് എന്ന്. അത്തരത്തിലൊരു പൂവ് വിരിയണമെങ്കിൽ വെള്ളവും വെളിച്ചവും അടക്കം എന്തെല്ലാം അതിന് കിട്ടേണ്ടതായിട്ട്, അതായത് സ്നേഹവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം അവർക്ക് ചുറ്റും ഉണ്ടാകണമെന്നാണ്. ആ അന്തരീക്ഷം മാത്രം പോരാ, ഹിംസയും ക്രൂരതയും മനസ്സിൽ നകറ്റി മനുഷ്യസ്നേഹമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. അതിലൊന്നാണ് അറിവ്, മറ്റൊന്ന് വിവേകമാണ്. ഇവ രണ്ടുമുണ്ടായിത്തീരാൻ പാഠപുസ്തക വായന മാത്രം മതിയാകില്ല. അതിനും അപ്പുറത്തേക്ക് കടന്ന് ലോകത്തെ കാണാനും വിമർശന ബുദ്ധിയോടെ വിലയിരുത്താനുമുള്ള കഴിവ് അവർക്കുണ്ടാകണം. അതിനുതകുന്ന ചുവടുവെപ്പ് കൂടിയാണ് അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾ. ഇന്നലെ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശത്തും എന്തൊക്കെ നടന്നോ എന്ന് സമഗ്രമായി മനസ്സിലാക്കാൻ പത്രവായന അത്യാവശ്യമാണ്. എല്ലാ ദിവസവും പത്രം വായിച്ചാൽ പകുതി
സിവിൽ സർവീസായി എന്നൊരു പറച്ചിലുണ്ട്. പത്രവായന ദിനചര്യയുടെ ഭാഗമാക്കി കൊണ്ടുവന്നാലേ ഉയർന്നു വരാൻ പറ്റൂ എന്നാണ് കാണേണ്ടത്. നമ്മുടെ ചുറ്റുപാടും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുനരുജ്ജീവിപ്പിക്കാൻ ചിലര് ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. ലഹരി പോലെയുള്ള മഹാവിപത്തുകളിലേക്ക് പുതുതലമുറയെ തള്ളിയിടാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു. വിദ്വേഷത്തിൻ്റെ തീ പറത്താൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതിനെയെല്ലാം വകഞ്ഞു മാറ്റി മുന്നേറാൻ നേതൃത്വം നൽകേണ്ടവരാണ് നമ്മുടെ പുതുതലമുറ. ചീത്തയാവാൻ എളുപ്പമാണ്, നല്ലവരായിരിക്കാനേ ശ്രമം വേണ്ടതും. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചീത്തയാക്കാൻ മയക്കുമരുന്ന് ലോബി മുതൽ വയലൻസ് മാഫിയ വരെയുണ്ട്. അവരുടെ വലയിൽ വീഴാതിരിക്കാൻ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ഇത്തരം സാമൂഹിക ദുഷിപ്പുകൾക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ കേരളം ആരംഭിക്കുകയാണ്. മയക്കുമരുന്നിനെതിരെ, ഭീകരതയ്ക്കെതിരെ ഇതിലേക്ക് കുട്ടികളെയാകെ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻ ഫ്രാങ്ക് മുതൽ മലാല യൂസഫ് വരെയുള്ളവരുടെ ധീരകഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആൻ ഫ്രാങ്ക് ഫാസിസ്റ്റ് ഭീകരതയുടെ പിടിയിലിരുന്ന് എഴുതിയ ഡയറി കുറിപ്പിലെ കാര്യങ്ങൾ, മലാല യൂസഫ് പഠനാവകാശത്തിനു വേണ്ടി നടത്തിയ ത്യാഗോജ്ജലമായ ഇടപെടലുകൾ, ഇവയൊക്കെ കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ്. കുട്ടിക്കാലത്ത് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ധീരരാണികൾ, അത്തരം ധീരതയുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലന്റ് ഫെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച മിടുക്കികളെയും മിടുക്കന്മാരെയും ഒരിക്കൽ കൂടി അനുമോദനം അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. ദേശാഭിമാനിക്കും ഭാവി തലമുറയ്ക്കും